कि ईरान में लोगों को रोटी खाने के लिए भी लोन लेना पड़ रहा है। वहां लोग EMI यानी इंस्टॉलमेंट्स पर अपना गुजारा कर रहे हैं. നമ്മുടെ ഗോധി മീഡിയകളുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. രാജ്യത്തെ പട്ടിണിയും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇപ്പം ഇറാനിലെ പട്ടിണിനെ പറ്റിയാണ് വലിയ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആജ് തക്ക് എന്ന് പറഞ്ഞ ചാനലിലെ അഞ്ജന ഓം കശ്യപ് ഉണ്ട്, ഒരു പൂർണ്ണ മോദി ഭക്ത, പൂർണ്ണ ഗോധി മീഡിയ നമുക്ക് പറയാം. അതായത് ഇറാനിലെ ജനങ്ങൾ ലോൺ എടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. EMI അടയ്ക്കാൻ കാശില്ലാണ്ട് ആ കാശിന് പോലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിൽ ഇറാൻ എന്ന രാജ്യം ഇതാ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ഇതാണ്. कि ईरान में लोगों को रोटी खाने के लिए भी लोन लेना पड़ रहा है. वहां लोग EMI यानी इंस्टॉलमेंट्स पर अपना गुजारा कर रहे हैं. आधिकारिक आंकड़ों के अनुसार ईरान में 1 साल पहले की तुलना में महंगाई 73% से ऊपर पहुंच. എന്താണെങ്കിലും ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഇറാൻ എംബസി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹിന്ദി വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് അഞ്ജന ഓം കശ്യപ്, അതായത് ആജ് തക്കിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിലാണ് ഇറാനെ കുറിച്ചിട്ടുള്ള ഈ വാർത്ത നൽകിയിട്ടുള്ളത്. കടുത്ത വിലക്കയറ്റം, നമുക്കറിയാം വിലക്കയറ്റം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വിലക്കയറ്റം കാരണം ഇറാനിലെ ജനങ്ങൾ EMIയിലാണ് റൊട്ടി വാങ്ങി കഴിക്കുന്നത്. അത് റൊട്ടി കിട്ടണമെങ്കിൽ EMI കുറച്ച് പൈസ അടച്ചിട്ട് EMIയിലാണ് റൊട്ടി വാങ്ങി കഴിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ അവകാശപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയും പരിവട്ടവും മാത്രമാണ് ഈ വാർത്തയിൽ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇറാനിലെ പണപ്പെരുപ്പം ഏകദേശം നമുക്കറിയാം 65 to 70% ഒക്കെ കൂടി നിൽക്കുന്നൊരു സമയമാണ്. യുദ്ധം കാരണമുണ്ട്. യുദ്ധം മാത്രമല്ല, അവിടുത്തെ അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഉപരോധങ്ങളുണ്ട്. 40 വർഷമായിട്ടുള്ള ഉപരോധങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. എന്നിട്ടും ആ രാജ്യം ഇത്രയും സ്ട്രോങ് ആയിട്ട് അമേരിക്ക പോലത്തെ, ഇസ്രായേൽ പോലത്തെ രാജ്യത്തിന് എതിർത്ത് നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അവസ്ഥ പറയാൻ എപ്പോഴും ഗോധി മീഡിയ മടി കാണിക്കാറുണ്ട്. അതായത് ഇറാനിലെ പണപ്പെരുപ്പും അവിടുത്തെ പട്ടിണിയുടെയും കാര്യം പറയുന്ന സമയത്ത് ഇറാനിലെ ഇന്ത്യയിലെയും പട്ടിണി ഒന്ന് അളന്നു നോക്കാം. ഏതാണെങ്കിലും ഇത്ര കഷ്ടപ്പെട്ട് ഗോധി മീഡിയ പറഞ്ഞു തരില്ലേ ഇറാനിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുമ്പം യഥാർത്ഥത്തിൽ ഇറാനിൽ ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ, പട്ടിണി സൂചിക, ലോക പട്ടിണി സൂചിക എടുത്തു കഴിഞ്ഞാൽ 127 രാജ്യങ്ങളുടെ കണക്കിൽ ഇന്ത്യ വരുന്നത് 105ാമത്തെ സ്ഥാനത്താണ്. അതായത് ഇന്ത്യയിലെ ഈ GHI സ്കോർ കാണിക്കുക 27.3% ഇന്ത്യ. അങ്ങനെ 105ാം സ്ഥാനത്തുള്ള ഇന്ത്യയും അതേ ഇൻഡെക്സിൽ 40ാം സ്ഥാനത്ത് മാത്രമുള്ള ഇറാനിയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിലൊന്നും ഒരു മാറ്റമില്ല. അതായത് നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലെ പട്ടിണി, നമ്മുടെ നാട്ടിലെ 140 കോടി ജനങ്ങളിൽ 100 കോടിയും പട്ടിണിയാണ് എന്നുള്ള ആ ഒരു സത്യാവസ്ഥ പുറത്ത് പറയാൻ മടിച്ചിട്ട് അതിന് പകരം ഇറാൻ്റെ മേലോട്ട് കയറാനാണ് നമ്മുടെ ഗോധി മീഡിയ എപ്പോഴും ശ്രമിക്കാറ്. അതല്ലെങ്കിൽ മോദി സ്തുതി. ഇതുപോലെ കാരണം സംഭവം വളരെ വ്യക്തമാണ്. ഇറാൻ നമ്മുടെ ശത്രുവല്ല. ഇറാൻ നമുക്ക് എപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ത്രൂ നമ്മൾ നോക്കി ഇറാൻ നമ്മുടെ ശത്രുവല്ല. നമുക്കെപ്പോഴും സപ്പോർട്ടുകൾ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, ഓയിൽ തരുന്നുണ്ട്, നമുക്ക് പലതും തരുന്നുണ്ട്. നമ്മളെല്ലാം കൊണ്ടും സഹകരിച്ച് നിൽക്കും. എങ്കിലും നമ്മുടെ നാട്ടിൽ ആ സംഖ്യകളെ കുറച്ചും സുഖിപ്പിക്കണം. ഇറാനിലെ മുസ്ലിങ്ങളാണ്, പട്ടിണിയാണ്, ചത്തുകൊണ്ടിരിക്കുകയാണ്, ആയിട്ടുള്ളൊന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഈ തേർഡ് റേറ്റ് ചെറ്റ ചാനലുകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണത്. അപ്പം ഇറാനിൽ ഇവിടുത്തെ അവസ്ഥ നമ്മൾ കണ്ടു. ഇനി അത് പോട്ടെ, ഇറാൻ്റെ എന്താ പറയുക പട്ടിണി സൂചിക അതായത് ഇറാനേക്കാൾ ഇരട്ടിയുടെ മേലെ നമ്മൾ കയറി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കാണിക്കില്ല. ഇനി അത് പോയിട്ട് മാറ്റുന്നത് ഈ പോഷകാഹാരത്തിൻ്റെ കുറവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ പോഷകാഹാരക്കുറവ് എടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ പെർസെൻറ്റേജ്, അതായത് ഇന്ത്യയുടെ പെർസെൻറ്റേജ് 12%. പ്രത്യേകിച്ച് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് ഇന്ത്യ 12.1%-ലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് ഇറാൻ 0. അതായത് പോഷകാഹാരക്കുറവ് അവിടുത്തെ കുട്ടികൾക്ക് ഇല്ല. അത്രയും ലോവസ്റ്റ് റേറ്റിലാണ് ഇറാനിലുള്ളത്. ഇനി അടുത്തത് കുട്ടികളിലെ വളർച്ചാ നിരക്കിൻ്റെ കുറവ്, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ നിരക്കിൻ്റെ കുറവ് ഇന്ത്യയുടെ സ്ഥാനം എത്ര നിരം 32.9. ലോക സൂചികളിൽ തന്നെ ഇന്ത്യ 2ാമത്തെ 3ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് ഇറാനിലോട്ട് പോയി കഴിഞ്ഞാൽ 0% അവിടെ അങ്ങനെ പ്രശ്നമില്ല അവർക്ക്. പിന്നത്തത് കുട്ടികളിലെ അതായത് മെലിഞ്ഞ ശരീരം, പോഷകാഹാരക്കുറവ് മൂലം നമ്മുടെ മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ള കുട്ടികളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യ 18.7%. ആഗോളതലത്തിൽ 2ാം സ്ഥാനക്കാർ ഇന്ത്യയാണ്. ഏതൊക്കെ തോന്നുന്നു സൊമാലിയായിട്ടായിരിക്കും ഫസ്റ്റ്. അത് കഴിഞ്ഞ 2ാമത്തെ സ്ഥാനത്ത് ഇന്ത്യ വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ഇറാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പ്രശ്നമില്ല. അതും 0.0 അത് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അത് സൂചികയിൽ പോലും വരുന്നില്ല. പിന്നെ ശിശുമരണ നിരക്ക്, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് ഇന്ത്യയിൽ 2.8%. ഇന്ത്യയിലെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതേ അവസ്ഥ അവിടെ ആ പ്രശ്നം വരുന്നില്ല. അതായത് അവിടുത്തെ നിരക്ക് അതിലും കുറവാണ്. അവർക്ക് കാണിക്കാനില്ല, 0 അതുള്ളത്. അപ്പോൾ ഇന്ത്യയാണ് ഈ കാര്യങ്ങൾ ഇന്ത്യ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് അപ്പിയിട്ടിരിക്കുന്നത് ഇവിടെ. എങ്കിലും അത് നമ്മൾ പുറത്ത് കാണിക്കില്ല. ഇത്തരം ചാനലുകളും ഇത്തരം പത്രക്കാരും വന്നിട്ട് അവിടെ ഇവിടെ എന്തെന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ പട്ടിണിയും പരിവട്ടും ഈ പറഞ്ഞ പരിപാടികളൊന്നും കാണിക്കില്ല. നമ്മൾ കുറേ ഗോധി മീഡിയ വെച്ചിട്ട് മോദി സ്തുതി പാടും. മോദി പിന്നെ നമ്മുടെ രാജ്യം വിറ്റുകൊണ്ടിരിക്കുന്ന അംബാനിക്കും അദാനിക്കും സ്തുതി പാടും. എന്നിട്ട് നമ്മൾ ഫേക്കായിട്ട് കാണിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് വെച്ചിട്ട് നമ്മൾ മോദിക്ക് വീണ്ടും കൈയടിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ 7.1% നമ്മുടെ GDP കുതിപ്പ്. അതൊക്കെ ബേസ് ലൈൻ എടുത്തിരിക്കുന്നത് 2012 ബേസ് ലൈൻ വെച്ചിട്ട് ഇമ്മാതിരി കള്ളക്കണക്കാണ് പുറത്തോട്ട് വിട്ടിരിക്കുന്നത്. അതായത് നമ്മളെ GDP നിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, പക്ഷേ നമ്മുടെ എന്താ പറയുക രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫോറിൻ റെമിറ്റൻസ് ഇങ്ങോട്ട് വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പട്ടിണി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ വളർച്ച നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വളർച്ച ആർക്കാ സത്യത്തിൽ? അത് ചിന്തിച്ചാൽ മതി. സംഖ്യകൾ ഇവിടെ വന്നിട്ട് ഈ കൊണടിക്കുന്ന സമയത്തെ അതൊന്നും ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ വിലക്കയറ്റും എല്ലാം കൂടിക്കൊണ്ടിരിക്കും, പിന്നെ ആർക്കാണ് വളർച്ച എന്നുള്ളത് നിങ്ങളൊന്ന് ബേസിക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ഏതാണെങ്കിലും ഈ ഒരു വാർത്തക്ക് ഇറാൻ്റെ എംബസി നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇറാനിയൻ എംബസിയാണ് ഈ ഒരു വാർത്തക്ക് ഉള്ള മറുപടി കൊടുത്തിട്ടുള്ളത്. ഈ വാർത്ത പൂർണ്ണമായിട്ടുള്ള തെറ്റാണ്. ഇങ്ങനെ അതായത് ഫേക്ക് ന്യൂസും ഫാൾസ് ന്യൂസും പറഞ്ഞിട്ടാണ് അവർ വെച്ചിട്ടുണ്ടല്ലോ. അവരതിൽ അഞ്ജന ഓം കശ്യപിൻ്റെ മുഖത്ത് ചിത്രത്തിന് മുകളിൽ ഫാൾസ് ന്യൂസ് എന്നും പറഞ്ഞിട്ടാണ് മുദ്ര പതിപ്പിച്ചിട്ടാണ് എംബസി ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഭാഷ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ ഒരു ഉപദേശം കൂടാണ് ഇറാൻ എംബസി പ്രസ്താവനയിൽ ഇറക്കിയിട്ടുള്ളത്. ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അവശ്യ സാധനങ്ങളുടെ ദൗർബല്യത്തെക്കുറിച്ചും ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇത് എന്നാണ് എംബസി വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിലുള്ള കടുത്ത സമ്മർദ്ദങ്ങൾ നമ്മൾ ആലോചിക്കണം. 40 വർഷങ്ങളായിട്ട് ഏകദേശം ഈ ഇറാൻ്റെ മേലെ എല്ലാ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുള്ള സമയത്തും ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സമയത്തും പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ ലഭ്യതയും വിതരണവും തടസ്സമില്ലാതെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ തെറ്റായ സ്രോതസ് എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തയ്ക്കായി ആജ് തക് ചാനൽ ആശ്രയിച്ചത് ഇറാൻ ഇൻ്റർനാഷണൽ എന്ന മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് ആജ് തക് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഈ ഒരു റിപ്പോർട്ട്, അതായത് ഈ റിപ്പോർട്ട് മാധ്യമം ഇറാൻ വിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമമാണത്. അതായത് നമ്മുടെ നാട്ടിൽ ഗോദി മീഡിയ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഇറാനെതിരെ നടത്തുന്ന ഒരു ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഒരു മാധ്യമത്തിൻ്റെ വാർത്ത എടുത്തിട്ടാണ് അത് ഇന്ത്യൻ മാധ്യമമായിട്ടുള്ള ആജ് തക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രചരിപ്പിക്കുന്നത് ഒന്നാണെന്ന്, അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ സ്രോതസ്സുകൾ ഇല്ലെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഔദ്യോഗികവും സ്ഥിരീകരിച്ചതുമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് മാത്രം ഇറാനെക്കുറിച്ചുള്ള വാർത്തകൾ ശേഖരിക്കണമെന്ന് ഒരു റിക്വസ്റ്റും കൂടെ ഇറാൻ എംബസി ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ്റെ ഗോദി മീഡിയ ഇങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് മോക്കത്തടിച്ചിട്ടു. ഉള്ളത് പറയാം, ഇല്ലാത്തത് കുത്തിപ്പൊക്കാൻ നിൽക്കരുത്. താൻ ഈ ഊളത്തരം ഇന്ത്യയിലെ ജനങ്ങളെ സംഖ്യകളെ പറ്റിക്കുന്ന പോലെ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കരുത്. അതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇതൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മുടെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് നമുക്കിവിടെ മോദി കൊടുത്ത മെലഡിയുടെ ചോക്ലേറ്റിൻ്റെ കണക്കും അതല്ലെങ്കിൽ ഇല്ലാത്ത ഈ കണക്കൊക്കെ ഇതിങ്ങനെ കൊത്തിപ്പിരിപ്പിച്ചുകൊണ്ടൊക്കെ ഇന്ത്യയിലെ 3 കപ്പൽ മുക്കിയിട്ടുണ്ട്, 3 ആളുകൾ മരിച്ചിട്ടുണ്ട്, അതിനെതിരെ സംസാരിക്കാൻ നമുക്ക് നേരമില്ല. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇതിനെപ്പറ്റിയൊന്നും മിണ്ടുന്നില്ല, സംസാരിക്കാൻ നേരമില്ല. ജിയുടെ പോസ്റ്റുകളുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ പോസ്റ്റോട് പോസ്റ്റ് എന്താണ് 4000 ദിവസങ്ങൾ പിന്നിട്ടതിൻ്റെ അഭിനന്ദന പ്രവാഹത്തിൻ്റെ പോസ്റ്റുകൾ മാത്രം. എവിടെയെങ്കിലും ഈ മരിച്ച 3 പേർക്ക് ഒരു ആദരാഞ്ജലികളുടെ ഒരു മെസ്സേജ് പോലും ഇടാൻ ഇതുവരെ നേരം കിട്ടൂല. കാരണം എവിടെയെങ്കിലും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, അമേരിക്കയുടെ പേര് ഇല്ലാണ്ടിട്ട് കഴിഞ്ഞാൽ, ട്രംപിൻ്റെ പേര് ഇല്ലാണ്ടിട്ട് കഴിഞ്ഞാലല്ലോ അത് ജനങ്ങൾ ചോദിക്കും. ഈ എങ്ങാനും ട്രംപിൻ്റെ പേരോ അല്ലെങ്കിൽ അമേരിക്കയുടെ പേരോ വെച്ച് കഴിഞ്ഞാലോ അപ്പോൾ ട്രംപ് ഫയലും കൊണ്ടുവരും. ജീപ്പ് ഇട്ടില്ലേ, ജീപ്പ് ചെറുത്താനി കടലിൽ നടുവില്ല, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തൽക്കാലം സ്വയം പൊക്കി എൻ്റെ പോസ്റ്റർ, എൻ്റെ തല, എൻ്റെ വാല്, എൻ്റെ കാല് എന്നും പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് ജീപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ മാധ്യമ ഗോദി മീഡിയയുടെ പത്രധർമ്മമായിട്ട് കാണിക്കുന്നത്. നാട്ടിലെ പട്ടിണി ഒന്നും ചോദിക്കാനും നേരമില്ല, അത് അറിയുന്ന പോലുമില്ല. പട്ടിണി കിടന്നിട്ട് ജീവിതം നശിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിലെ. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ. ഈ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രണ്ടാമത്തെ ലോൺ എടുക്കുന്നതും നമ്മൾ തന്നെ. അങ്ങനെ ഈ ലോണുകളെല്ലാം കൂടി അവസാനം ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് പോയി സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യക്കാർ. ഇതിനെപ്പറ്റിയൊന്നും വാർത്ത പറയാനില്ല, ഇതിനെപ്പറ്റി സംസാരിക്കാനില്ല. നമ്മളാണ് യഥാർത്ഥത്തിൽ ലോൺ എടുത്തിട്ട് അരി വാങ്ങി തിന്നുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ലോൺ എടുത്ത് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയിൽ അപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ നമ്മൾ അടുത്തോണ്ടിരിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഒന്ന് വെയിറ്റ് ആൻഡ് സീ. അപ്പോഴെങ്കിലും സംഖ്യകൾ ഒന്ന് കണ്ണ് തുറക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ശരി.